Magic morning to all. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം നമുക്ക് പ്രവീണ മാമിന്റെ സെഷനാണ് ഇത് വരുന്നത്. ഇന്നത്തെ ടോപ്പിക് ഇൻഫെക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇൻഫെക്ഷൻ എന്താ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ എങ്ങനെ എന്താണ് ഇൻഫെക്ഷനിലുള്ള ഒരു ഇതെന്നുള്ളത് ഇപ്പൊ ഇന്ന് പ്രവീണ മാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യണം. മാം പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. മുഫീദയാണോ സംസാരിക്കുന്നത്? അതെ മാം. അതെ, മുഫീദ എന്ന് ഞാൻ വീഡിയോയിൽ കണ്ടില്ലല്ലോ. വീഡിയോ ഓൺ ആക്കിയിട്ടില്ല മാം. ഓക്കെ, ആഹാ. ഓക്കെ, യെസ്, താങ്ക് യു. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂട്ടിച്ചേർത്ത അല്ലെങ്കിൽ ഇത് കേൾക്കാൻ നമുക്ക് അവസരം നൽകിയ, ഇതെനിക്ക് പഠിക്കാൻ അവസരം നൽകിയ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അതെ, ഇൻഫെക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അണുബാധ. ഒരു പക്ഷെ ഇൻഫെക്ഷൻ ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏതാണെന്നറിയോ? നമ്മളെല്ലാവരും കോവിഡ് നമ്മളെ എല്ലാവരും ബുദ്ധിമുട്ടിച്ച്, അല്ലെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു, ഇനി എങ്ങനെ ജീവിക്കും, ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയുമോ എന്ന് പോലും ആലോചിച്ച് ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്റെ ജീവിതം എന്താവും, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, ജോലിയുടെ കാര്യത്തിലും ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ഇൻഫെക്ഷൻ നമ്മുടെ ജീവിതത്തിലും ഒരുപാടുണ്ട് എന്നാണ് സൈക്കോളജി പറയുന്നത്. അതിന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അവോയ്ഡ് ദ അൺഹാപ്പി ആൻഡ് അൺലക്കി എന്ന് പറയുന്നത്. നിങ്ങൾ വിഷമിപ്പിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമില്ല എന്ന് തോന്നുന്ന അവസരങ്ങളെയും വ്യക്തികളെയും നിങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലവർക്ക് നല്ലൊരു ഗവൺമെന്റ് ജോബോ അല്ലെങ്കിൽ നല്ല സെക്യൂർ ആയിട്ടുള്ള ജോബുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവര് വളരെ ഹാപ്പി ആയിരിക്കും. എന്നാൽ ചെറിയ കൊച്ചു കാര്യങ്ങളും പറഞ്ഞ് അവരെപ്പോഴും നമ്മുടെ ഇടയിൽ നിൽക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, എനിക്കൊരു സമാധാനമില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ ഈ വ്യക്തികൾ എന്ത് ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അതിനൊന്നും മൂല്യം കാണാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളുമായി അതിന്റെ പരാതികൾ എപ്പോ കാണുമ്പോഴും, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി ചുറ്റുവട്ടത്ത് ഒന്ന് വീക്ഷിച്ചാൽ മതി, എപ്പോ കാണുമ്പോഴും അവരുടെ സംസാരം ഇത്തരത്തിലുള്ളതായിരിക്കും. എനിക്കിത് തീരെ വയ്യ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു പരിപാടിക്ക്, ഒരു കല്യാണത്തിനോ പോയി എന്ന് വിചാരിക്കട്ടെ. അവിടെ ചെല്ലുമ്പോഴും ആ വ്യക്തി പറയുന്നത് കല്യാണത്തിന് വന്നു എന്നുള്ള സന്തോഷമായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ടു എന്ന സന്തോഷമായിരിക്കില്ല. വന്നതിനെ കുറിച്ചും ഇനി തിരിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള ആവലാതികൾ മാത്രമായിരിക്കും അവര് പറയുന്നത്. ഞാൻ ഇത്ര ദൂരത്തു നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ബസ്സൊക്കെ ദൂരം പിടിച്ച് ഇത്ര നേരത്തെ വന്ന് ഞാൻ തിരിച്ച് ഞാൻ എപ്പോ അവിടെ എത്തുമോ ആവും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അവർ ഇത്തരത്തിലുള്ള ആവലാതികൾ മാത്രമേ പറയുള്ളൂ. ഒരു പക്ഷെ ആ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു സന്തോഷത്തെ കുറിച്ച് ഇതൊന്നും ആയിരിക്കില്ല അവരോട് സംസാരിക്കുന്നത്. അവര് വരുന്നതും പോകുന്നതും ഒക്കെ ഇത്തരം പരാതിക്കെട്ടുകൾ അഴിച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ ഇത്തരം വ്യക്തികൾ. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളൊന്ന് വീക്ഷിക്കുന്നത് നല്ലതാണ്. തിരിച്ചു വരുമ്പം സ്കൂളിലത്തെ കുറ്റങ്ങൾ മാത്രമാണോ പറയുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ കണ്ട സന്തോഷങ്ങളോ അല്ലെങ്കിൽ സ്കൂളിൽ കിട്ടിയ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഇവന്റ്സിനെ കുറിച്ചൊക്കെ മാത്രമാണോ സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇത്തരം വ്യക്തികൾ, അതായത് എപ്പോഴും ഒരു പരാതിയും ഒരു സങ്കടവും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ കഴിയുന്നതും അത്തരം സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു അണുബാധയാണെന്നാണ് പറയുന്നത്. ഇത് കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മളിൽ പോലും അറിയാതെ നമ്മുടെ മൂക്കിലൂടെയും ചെവിയിലൂടെയും വായിലൂടെയും ഒക്കെ ഈ അണുബാധ പതുക്കെ പതുക്കെ കയറി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരും. പിന്നെ നമുക്ക് എന്തിനെ കുറിച്ചാണെങ്കിലും ആയിക്കോട്ടെ, ഒരു നല്ല ഒരു അവസരത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും ഒരു ഇനിയിപ്പോ നമ്മളൊരു നല്ലൊരു കാര്യത്തിന് ഇറങ്ങാന്ന് വിചാരിക്കും, പെട്ടെന്ന് ഒരു മഴ പെയ്തു എന്ന് വിചാരിക്കും. നമ്മൾ എന്താ പറയാ, ഓ നശിച്ച മഴ. പക്ഷെ ചൂടുകാലത്ത് ഒരു മഴ കിട്ടിയാൽ നമ്മുടെ സന്തോഷം എന്താ? അപ്പൊ ആ മഴയ്ക്ക് പോലും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇത് എങ്ങനെയാണ് ഈ അണുബാധയിലേക്ക് ഞാൻ എത്തിയത്? ഇത്തരത്തിലുള്ള ഒരുപാട് വ്യക്തികളുടെ ഒരു സാമീപ്യം കൊണ്ടാണ്. അവരെപ്പോഴും പറയുന്നത് ഞാൻ വന്ന ഒരവസ്ഥയെക്കുറിച്ചും
കടന്നുപോയ അവസ്ഥയെക്കുറിച്ചൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇനി ഞാൻ അയ്യോ എനിക്ക് ലോൺ അടയ്ക്കാനുണ്ട്. ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്ന വ്യക്തിയായിരിക്കും. ജോലി വളരെ സെക്യൂർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അടുത്ത മാസം ലോൺ അടയ്ക്കാനുണ്ട്. ഒരു കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആവലാതിപ്പ്. എന്തിനെ കുറിച്ചും അവർക്ക് ആവലാതിയാണ്. ഇത് അത്തരം വ്യക്തികൾ നമ്മുടെ കൂടെ നമ്മൾ അവിടുന്ന് മാറി നിൽക്കണം എന്ന് പറയാനുള്ള കാരണം അവര് മോശക്കാരായതുകൊണ്ടല്ല. അവർക്ക് അവരെ ഹീല് ചെയ്യാനോ അതിൽ നിന്ന് പുറത്തു വരാനോ ഉള്ള സംവിധാനം ഇല്ല. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ഉപദേശം കൊണ്ടൊന്നും മാറാനും പോകുന്നില്ല. അവര് തന്നെ വിചാരിക്കണം ഞാൻ കടന്നു പോകുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം വ്യക്തികളുമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കുഞ്ഞു കുഞ്ഞു ഇൻഫെക്ഷൻസ് ആയിട്ട് ഇത് മനസ്സിലേക്ക് കയറി കൂടുന്നുണ്ടെന്ന് ഓർക്കുക. പിന്നീട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോ ഒന്ന് പിന്നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന് വിചാരിക്കുക. പിന്നിന്ന് ചിലപ്പോ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ വിളിച്ച് അപ്പം നമ്മൾ പറയും ഓ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണ് അത് അവിടെ മുടക്കി എന്ന് പറയുന്ന അണുബാധ എവിടെ നിന്നാണ് വന്നത്? പണ്ടെങ്ങോ ആരോ പറഞ്ഞു പിന്നിൽ നിന്ന് വിളിക്കരുത്. പക്ഷെ അവര് ചിലപ്പോ വിളിച്ചത് ഒരു കുപ്പി വെള്ളം തരാനോ അല്ലെങ്കിൽ ഒരു ഓൾ ദി ബെസ്റ്റ് പറയാനോ ഒക്കെ ആയിരിക്കും. ആ ഓൾ ദി ബെസ്റ്റ് പറയുമ്പോ താങ്ക് യു എന്നതിന് പറയും ഓ പിന്നിന്ന് വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്ന ഒരു അണുബാധയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞു. അതിനെ തിരിച്ചറിയുക. ഇതൊരു ഇൻഫെക്ഷൻ ആണെന്ന് ഓർക്കുക. പറയുമ്പോ കേൾക്കാൻ ഇപ്പൊ നല്ല രസമുണ്ട്. കാരണം എന്താ? ഇതിനെ നമ്മൾ അത്തരത്തിലാണ് ഉൾക്കൊള്ളുന്നത്. പകരം ഞാൻ ഇത് മറ്റൊരു രീതിയിലാണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത്തരം ഇൻഫെക്ഷൻസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായേ പറ്റൂ എന്നർത്ഥം. ഇനി അതിന് പറയുന്ന ഒരു കോട്ട് കൂടി നിങ്ങൾക്ക് ഞാൻ കണക്ട് ചെയ്തു തരാം. ഡോണ്ട് ലെറ്റ് നെഗറ്റീവ് ആൻഡ് ടോക്സിക് പീപ്പിൾ റെൻ സ്പേസ് ഇൻ യുവർ ഹെഡ്. അതായത് നിങ്ങളുടെ തലയിൽ ഒരിക്കലും ഇത്തരം വ്യക്തികൾ വാടകയ്ക്ക് താമസിക്കാൻ നിങ്ങൾ ഇടം കൊടുക്കരുത്. റേസ് ദ റെന്റ്. റേസ് ദ റെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ റെന്റ് വാടക കൂട്ടുക. കിക്ക് ദം ഔട്ട്. അവരെ പിടിച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത്തരം വ്യക്തികൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അവര് പറയുന്ന കാര്യം എന്റെ തലക്കുള്ളിൽ ഞാൻ വാടകയ്ക്ക് കൊടുത്ത് നിർത്തേണ്ട കാര്യമില്ല. അതിൽ നിന്നും ഞാൻ ഓടിക്കഴിച്ചിലാവും. ഓക്കെ ബൈ പറഞ്ഞ് പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് പോവുക. അവിടെ ആ വ്യക്തികളെ നന്നാക്കുന്നതിനും എളുപ്പം ആ ഇൻഫെക്ഷൻ എന്നിലേക്ക് വരാതിരിക്കാനാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കോവിഡ് വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? എല്ലാവരും സുരക്ഷിതരായി വീട്ടിലിരിക്കണം. അല്ലാതെ ആ കോവിഡ് വന്ന വ്യക്തിയെ നമ്മൾ ആരും ഹെൽപ്പ് ചെയ്യണം എന്നല്ല പറഞ്ഞത്. അവർക്ക് വേണ്ട സംവിധാനങ്ങൾ മറ്റു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി മാജിക് എന്ന ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് സിറ്റുവേഷൻ എന്ത് വന്നാലും നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള ഒരുപാട് വഴികൾ. അതൊരു കാര്യമാണ്. നമ്മൾ ഒരു നല്ലൊരു കാര്യം അവർ വേണമെങ്കിൽ ചൂസ് ചെയ്യട്ടെ. അതവരെ നിർബന്ധിക്കാനോ ഒന്നും പോകേണ്ടതില്ല. അപ്പൊ കൂടുതൽ റെന്റ് കൊടുത്ത് നമ്മൾ അല്ലെങ്കിൽ റെന്റ് കൊടുത്ത് വാടക കൊടുത്ത് നമ്മുടെ തലയെ കയറ്റി അത്തരം അണുബാധകളെ കയറ്റി ഇരിക്കേണ്ടതില്ല എന്നാണ് സൈക്കോളജി പറയുന്നത്. സോ അവോയ്ഡ് ദ അൺഹാപ്പി ആൻഡ് അൺലക്കി. ഞാൻ ഒരു ഭാഗ്യമില്ലാത്തവളാണ്, ഭാഗ്യമില്ലാത്തവനാണ് എന്ന് പറയുന്നവരെയൊക്കെ പതുക്കെ നമ്മുടെ തലയിൽ നിന്ന് മാറ്റി വെക്കുക. ആ ഇൻഫെക്ഷൻ നമുക്ക് വേണ്ട. കാരണം നമുക്ക് എല്ലാവർക്കും നല്ല ഭാഗ്യമുള്ള വ്യക്തികളാണ്. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. ദിവസവും ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ബി മാജിക്കിൽ പറയുന്നത് പോലെ ഞാൻ ഹാപ്പിയാണ്. വരുന്നത് എന്തായാലും എനിക്ക് വളരാനുള്ള സാഹചര്യങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഒരു പുഞ്ചിരിയോട് കൂടി ഇന്ന് മെഡിറ്റേഷനിൽ പുറത്തു വന്നില്ലേ, അതേപോലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് നല്ല ദിവസമാണ്. ഒരു പുഞ്ചിരിയോട് കൂടി എഴുന്നേൽക്കുക. ഒരു പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് ഊത്തുമ്പോൾ ചിലപ്പോൾ കസേരയിലായിരിക്കും കാല് ഉടക്കുന്നത്. അപ്പൊ പോലും പറയാണ് ഇറ്റ്സ് ഓക്കെ, ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഐ എം ഹാപ്പി, ഐ എം ഹെൽത്തി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. ഈ ഇൻഫെക്ഷൻസിനെ മാറ്റാൻ ഇത്തരം അഫർമേഷൻസ് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. ഇനി മറ്റൊരു ഇൻഫെക്ഷൻ നമ്മളെ പിടികൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡു നോട്ട് ഗോ ദ പാസ്റ്റ് മാർക്ക് യു എയിംഡ് ഫോർ. അതായത് നമ്മൾ ഇപ്പോ ഒരുപാട് കാലങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നെന്നിരിക്കട്ടെ. എന്നിട്ട് ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോ ഉറപ്പായിട്ടും ചില വ്യക്തികൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഞാൻ എന്ത് തുടങ്ങിയാലും അത് നന്നാവുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാം. അല്ലെങ്കിൽ നമ്മൾ അതിലൊന്ന് പരാജയപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു, പരാജയപ്പെടുമ്പോൾ ഉടനെ പറയുന്ന ചില വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെയാണ്, എന്തെങ്കിലും തുടങ്ങിയാൽ ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കും,
എപ്പോഴും എനിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം അതെന്റെ അനുഭവമാണ്. എന്തിനാണ് ഇത്തരം വാക്കുകൾ പറയുന്നത് എന്നാണ് സൈക്കോളജി പറയുന്നത്. പാസ്റ്റിൽ നടന്ന കാര്യം ഒരുപക്ഷെ അവിടെ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സംഭവിച്ചത്. വീണ്ടും ജീവിതത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ ഇതെന്റെ ജീവിതത്തിൽ മുൻപേ സംഭവിച്ചിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് കൂട്ടിക്കെട്ടേണ്ടതില്ല. അത് കൂട്ടിക്കെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം അണുബാധയ്ക്ക് വിധേയനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ആ അണുബാധയുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അത് അവിടെ വെച്ച് നിങ്ങൾ സുഖപ്പെടുത്തിയിട്ടില്ല. പാസ്റ്റിൽ ഒരു സംഭവം നടന്നു, അത് അവിടെ വെച്ച് സുഖപ്പെടുത്താതെ, അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാതെ, അതിന് വേണ്ട മെഡിക്കേഷൻ മരുന്നുകൾ നിങ്ങൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ് പിന്നീട് വീണ്ടും ഒരു അവസരം വന്നപ്പോൾ നിങ്ങൾ തിരിച്ച് പാസ്റ്റിലേക്ക് പോയി അവിടെ നിർന്ന നമ്മുടെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങളുമായി നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു തലവേദന വന്നു എന്ന് വിചാരിച്ച് നമ്മൾ മുന്നേ, എനിക്കൊരു 2 മാസം മുന്നേ ഒരു തലവേദന വന്നു എന്നല്ലല്ലോ പറയുന്നത്. എനിക്കിപ്പോ തലവേദനയാണ്, അതിന് എന്തെങ്കിലും മെഡിസിൻ എടുക്കുക. ഒരു പല്ലുവേദന വന്നു, എനിക്ക് മുന്നേയും പല്ലുവേദന ഉണ്ടായിരുന്നു, പല്ലുണ്ടാവുമ്പോ പല്ലുവേദന ഉണ്ടാവും, അത് ഓർത്താ മതി. അപ്പൊ ഇപ്പൊ പല്ലുവേദനയാണ്, അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർക്കുക. ഒരിക്കലും ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളെ പാസ്റ്റുമായി കൂട്ടിക്കെട്ടരുത്. കൂട്ടിക്കെട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തുവെങ്കിൽ ഓർക്കുക, പാസ്റ്റിൽ നമ്മുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിച്ച ഒരു സംഭവത്തെ ഹീല് ചെയ്യാതെ നമ്മൾ ഇപ്പോഴും അത് കൂടെ കൊണ്ട് നടക്കുന്നു. അതങ്ങനെ സംഭവിച്ചു, അന്ന് സംഭവിക്കാനുള്ള അതിന്റെ കാരണം എന്ത്, അതിൽ നിന്ന് ഞാൻ പഠിക്കേണ്ടത് എന്തായിരുന്നു എന്ന് ഹീല് ചെയ്യാതെ കടന്നു വന്നത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ എന്ത് സംഭവിക്കുന്നതിനെയും പാസ്റ്റുമായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്. സോ യു ഹാവ് ടു, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്ത് സംഭവിച്ചാലും അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ പഠിക്കേണ്ടത് എന്തുകൊണ്ട്, അതിനെ പഠിക്കുക, അതിനെ മറക്കുക, പാഠങ്ങളെ മാത്രം കൂടെ കൂട്ടുക. മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്ന് വിജയങ്ങൾ നേടുമ്പോൾ, ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു അല്ലെ, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഓരോ സ്ഥാനാർത്ഥിയോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അപ്പൊ ആ സ്ഥാനാർത്ഥി ജയിച്ചതിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തിലും അത്ര വിജയങ്ങളുണ്ട്. പക്ഷെ ആ വിജയം കഴിഞ്ഞാൽ അതിന്റെ മാധുര്യം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇനി എന്ത് എന്ന ചിന്തയിലേക്കാണ് അത്ര പോകേണ്ടത്. അതായത് വിജയങ്ങൾ വരുമ്പോൾ നമ്മുടെ തലയിൽ കയറ്റി അത് കൊണ്ടു നടക്കരുത് എന്നാണ് പറയുന്നത്. വിജയങ്ങൾ വരുമ്പോൾ അതിനെ തലയിൽ കയറ്റി കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാനുള്ള സാധ്യതകളാണ്. അതിന്റെ മാധുര്യം തിരിച്ചറിയുക, എന്തുകൊണ്ട് ഞാൻ ഈ സക്സസ് അല്ലെങ്കിൽ വിജയം നേടിയെടുത്തു എന്നുള്ള കാരണങ്ങളെ കുറിച്ച് ചിന്തിക്കുക, മുന്നോട്ട് വീണ്ടും അതിന്റെ മാധുര്യം നുകർന്ന് അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുക എന്നർത്ഥം. ഒരു സങ്കടം വരുമ്പോൾ അതിനെ ഹൃദയവുമായി കൂടുതൽ കൂട്ടിച്ചേർക്കരുത് എന്ന് പറയുന്നത് പോലെ, ഒരു വിജയം വരുമ്പോഴും ഒരിക്കലും അത് തലയുമായി ഒരു തലക്കനം പോലെ കൂട്ടിച്ചേർത്ത് ജീവിതം മുഴുവൻ നടക്കരുത്. കാരണം ഒരുപാട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ വിജയിച്ചു, ഞാൻ കഴിവുള്ളവനാണെന്ന് ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് നടക്കുമ്പോൾ നമ്മുടെ വീഴ്ച വളരെ ആഘാതമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൽ നിന്ന് ഞാൻ ഇത് വിജയിക്കാനുള്ള കാരണം ഇത്തരത്തിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ്, ഈ രീതിയിൽ ഞാൻ അതിനെ കൈകാര്യം ചെയ്തത് കൊണ്ടാണ്, ഇത്തരത്തിൽ ഞാനത് ഉപയോഗിക്കാൻ എന്റെ അവസരത്തെ ഈ രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്തരം ഒരു അവസരം കിട്ടിയത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത്തരം അണുബാധകളിൽ നിന്നും ഇൻഫെക്ഷൻസിൽ നിന്നും നമുക്ക് എളുപ്പം പുറത്തു വരാനാകും. ഇൻഫെക്ഷൻസിൽ നിന്ന് പുറത്തു വരാൻ എപ്പോഴും ഹീലിങ്ങിന് തയ്യാറാവുക. ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതൊരു പക്ഷെ നമുക്ക് ചിലപ്പോൾ വേദനയായിട്ടായിരിക്കാം നമുക്ക് അനുഭവപ്പെടുന്നത്. ആ വേദനയിലും അനുഭവപ്പെട്ട വേദനയെ, ആ അണുബാധയെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ഹീലിംഗ് കൊടുത്ത് അതിനെ സുഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങുക. അങ്ങനെ ആകുമ്പോൾ വരുന്ന ഓരോ അവസരത്തെയും അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ വീണ്ടും ഹീല് ചെയ്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാൻ നമുക്ക് ഏവർക്കും സാധ്യമാകും എന്നത് ഉറപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് തരം അണുബാധയാണെങ്കിലും, ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും, അത് എനിക്ക് വരുന്നത് എന്റെ ഈ ഉള്ളിലുള്ള വേദനിപ്പിക്കുന്ന അണുബാധയെ പുറത്തു കളയാനുള്ളതാണ്. അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക, മെഡിക്കേഷനും എടുക്കുക, ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാൻ. ഇൻഫെക്ഷൻസിൽ നിന്നും നമുക്ക് ധൈര്യപൂർവ്വം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള കരുത്ത് ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട്, ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ, ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ.
താങ്ക് യു മാം, താങ്ക് യു. ഇനി ഫീഡ്ബാക്ക് പറയാനുള്ളവർക്ക് ഓരോരുത്തർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് വരുന്ന ഇൻഫെക്ഷൻസ് അതിനെ ഒഴിവാക്കുക എന്നുള്ളത് ഒരു വളരെ ബൃഹത്തരമായ ഒരു മെസ്സേജാണ് മാഡം തന്നിട്ടുള്ളത്. കാരണം പലപ്പോഴും ഇപ്പൊ മാഡം പറഞ്ഞ പോലെ നമ്മൾ കല്യാണത്തിന് പോവാം, ഫംഗ്ഷന് പോവാം, അപ്പൊ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് തോട്ട്സിനെ സ്പ്രെഡ് ചെയ്യലാണ് സാധാരണ കണ്ടുവരുന്നത്. എല്ലാവരും അല്ല കേട്ടോ, മാജിക് മോർണിംഗിൽ ഇവിടെ വന്നിട്ടുള്ളവരുടെ കാര്യമല്ല, പുറത്തുള്ളവരുടെ കാര്യമുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ നമ്പർ 1 ആണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, അതിലൊരു മാറ്റം വരുത്തുന്നതിലേക്ക് ഈ ക്ലാസ് വളരെ ഉപകരിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാല് സാധാരണ കണ്ടുവരുന്നത് ഇപ്പോ മഴ വന്നു കഴിയുമ്പോൾ മാഡം അത് സൂചിപ്പിക്കേണ്ടായിരുന്നു, മഴ വന്നതിന് ശേഷം നശിച്ച മഴ. ആ മഴ വരുന്നതുകൊണ്ട് എത്രയോ ഗുണങ്ങളുണ്ട്, ഇല്ലാത്തതിന് എത്രയോ പരിതാപവും വിഷമവും ഒക്കെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞതാണ്. ഇനി ചൂട് വരുമ്പോഴോ അപ്പോഴും ഇതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്നു. അതായത് നമ്മൾ ആ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രസന്റിനെ നല്ല രീതിയിൽ നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, അങ്ങനെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ മറ്റുള്ളവരെ ഈ നെഗറ്റീവ് പറയുന്നവരെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു സന്ദേശവും ഇവിടെ തരികയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ പ്രസന്റിൽ വളരെ പ്ലസന്റ് ആയിട്ട് ജീവിക്കാൻ ഇടവരുത്തെ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നല്ലൊരു മെസ്സേജാണ് മാഡം തന്നിട്ടുള്ളത്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. അടുത്തത് ആരാ? താങ്ക് യു. മാം ഗുഡ് മോർണിംഗ്. നല്ല മെസ്സേജാണ്, നല്ല ഡീപ്പായിട്ട് കിട്ടേണ്ട മെസ്സേജാണ്. അമ്മ അപ്പുറത്ത് കേൾക്കുന്നുണ്ട്. അമ്മ വന്നിട്ട് പറഞ്ഞു നല്ല ക്ലാസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോ എല്ലാവരും ഇതിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മുടെ ഈ ബി മാജിക്കിലുള്ള ടീമിൽ എല്ലാവർക്കും ആ ഒരു ചിന്താഗതി ഉണ്ട്. പലരും ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ഒക്കെ നമുക്ക് എന്തിനും ഇങ്ങനെ ബാക്കായിട്ട് കാണുന്ന ആളുകൾ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് കയറ്റി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലരും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർ പറയുന്നതാണ് ശരി എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ വിട്ട് കളയാന്നുള്ള തന്നെ രക്ഷയുള്ളൂ. വേറെ മാർഗങ്ങളൊന്നും ഇല്ല. അതില് നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് നോക്കാം. പക്ഷെ പലരും അതില് വളരെ ദുർലഭമായിട്ടാണ് മാറി വരുന്നുള്ളൂ. പക്ഷെ സ്വന്തം അനുഭവം കൊണ്ട് എല്ലാവരും മാറി വരട്ടെ, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. താങ്ക് യു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ വണ്ടർഫുൾ സീസൺ എന്ന് പറയാം. ഓരോ ദിവസവും മാഡത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ വളരെ നമ്മള് മോട്ടിവേറ്റ് ആയി വളരെ നല്ല രീതിയിലേക്ക് മാറാൻ കഴിയുന്നുണ്ട്. വളരെയധികം നല്ല. മാഡം കഴിഞ്ഞ ആഴ്ചയിൽ വന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? ഞങ്ങൾ പ്രതീക്ഷിച്ച ആ സമയങ്ങളിൽ താങ്ക് യു വെരി മച്ച്. വെൽക്കം. താങ്ക് യു ഷാജൻ. താങ്ക് യു. ഇനി അടുത്താള്. ഇതിലൊരു പുതിയ ആളുണ്ട്, റീന. ഒന്ന് പരിചയപ്പെടുത്തു മോളെ. ഹലോ, ഞാൻ റീന. ഞാൻ കാലിക്കറ്റിലാണ്. ഞാൻ ബ്യൂട്ടീഷ്യനായി വർക്ക് ചെയ്യാണ്. ഞാൻ പുതുതായി ജോയിൻ ചെയ്തതാണ്. ഇപ്പോൾ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു റീന. അശ്രയ. പ്രീത മാം. ഗുഡ് മോർണിംഗ് മാം. വളരെ നല്ലൊരു ക്ലാസ് തന്നെ. എല്ലാ പ്രാവശ്യവും മാഡം എടുക്കുന്നത് പോലെ തന്നെ ഇൻഫെക്ഷൻസ് നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുക ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്കും വരുന്ന അതായത് ഈ പകർച്ചവ്യാധികൾ ആ ഒരു ഇതാണ് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മാം അതിനെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ നെഗറ്റീവ് തോട്ട്സ്. അത് നമ്മുടെ ഈ ബി മാജിക് കുടുംബത്തിലുള്ള ആളുകൾ ആരും അങ്ങനെ പറയില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ മറ്റുള്ള വ്യക്തികളുമായി നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും കേൾക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്ലാസ് നമ്മുടെ ഈ ബി മാജിക് കുടുംബത്തെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളുടെ കാര്യങ്ങൾ, അതായത് അവർക്ക് തെറ്റായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റ് എന്നുള്ളത് കാണാനുള്ളവർക്കൊരു ആ ഒരു മുൻകൂട്ടി കാണാനുള്ള ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പല ഫ്രണ്ട്ഷിപ്പ് ആയാലും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളായാലും തകർന്നു പോകുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കാരണം സ്ഥിരമായിട്ട് നമ്മളോട് ഒരു വ്യക്തി കുടുംബത്തിലെ കാര്യങ്ങളായാലും അതിങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കായാലും ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ കയറി വരും. അപ്പോ അതെല്ലാം മാറ്റി നിർത്തി നമ്മൾ ഫോർവേഡായി ചിന്തിക്കുക. അത് അവരുടെ പ്രശ്നം, അത് നമുക്ക് ബാധിക്കില്ല എന്നുള്ള ആ ഒരു തരത്തില് നമ്മുടെ മൈൻഡിനെ ക്ലിയർ ആക്കി എടുക്കാൻ ഇത്തരത്തിലുള്ള ക്ലാസ് വളരെയധികം ഉപകാരപ്രദമാണ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു പ്രീത.
മാജിക് മോർണിംഗ് താങ്ക് യു പ്രീത. പറഞ്ഞോ ആ പറയൂ സാറേ, പറയൂ പറയൂ. നല്ലൊരു ക്ലാസ്സാണ്, പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഒരു ഇതുകൊണ്ടൊരു ഗുണം കിട്ടിയത്, ഞാൻ എന്നെ തന്നെ ഒന്ന് അവലോകനം ചെയ്ത് നോക്കി. എനിക്കുണ്ട് ഈ സുഹൃത്തുക്കൾ. ഇടയ്ക്കായിട്ട് ഞാനും അറിയാണ്ട് പറഞ്ഞു തന്ന, കാരണം നമ്മൾ നമ്മുടെ സ്വന്തം പ്രശ്നങ്ങളിലേക്കും നമ്മളിലേക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോഴാണ് നമ്മൾ അറിയാണ്ട് ഇത് പറഞ്ഞു പോകുന്നത്. അത് മറ്റുള്ളവരെ അറിയിക്കാനല്ല, നമുക്കറിയാണ്ട് പറഞ്ഞു പോകും. എനിക്കിപ്പോൾ 1-2 അസുഖമൊക്കെ വന്നു. ആ സമയത്ത് ഞാൻ പുറത്ത് പോകുമ്പോൾ ഞാൻ പറയുന്ന അറിയാണ്ട് പറഞ്ഞു പോകും, എനിക്ക് ഇപ്പോഴും വേദനയും കേട്ടോ. പറഞ്ഞുകൊണ്ടൊരു ഗുണമില്ല. അവർക്ക് ആർക്കും നമ്മൾ സഹായിക്കാനും പറ്റില്ല. എൻ്റെ വേദന ഞാൻ തന്നെ സഹിച്ചേ പറ്റും. പക്ഷെ നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകും. എന്തായാലും അതൊരു എനിക്ക് എൻ്റെ ഒരു ഉൾക്കാഴ്ച എനിക്ക് കിട്ടി. താങ്ക് യു വെരി മച്ച്. വെൽക്കം സർ. താങ്ക് യു. താങ്ക് യു വിൻസെന്റ് സാർ, താങ്ക് യു. ഇനി ആരാ അടുത്ത ആള്? ഓരോരുത്തർ ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്തിട്ട് പോന്നോളൂ. മണിസാറാണ്. മണിസാർ പറഞ്ഞോ. മാജിക് മോർണിംഗ് നല്ല Good ക്ലാസ് ആയിരുന്നു, ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഈ പരാതി പറയാ, കുറ്റം പറയാ, അങ്ങനെ ഒരു ജീവിതത്തിന്റെ ഡാർക്ക് സൈഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടല്ല. ഒരു പെസിമിസ്റ്റ് എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു ആൾക്കാരാണ് അത്തരത്തിൽ അങ്ങനെ ഇപ്പൊ ചെയ്യുക. നമ്മൾ തന്നെ പലപ്പോഴും പല സന്ദർഭത്തിൽ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്, എനിക്കിപ്പോഴും ഇങ്ങനെ പഴയമാതിരി അത് തന്നെയാണ്. അപ്പൊ പണ്ടത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞാൻ എന്ത് ചെയ്താലും ശരിയാകുന്നില്ല എന്നുള്ളൊരു ആ ചിന്താഗതി അത് മാറ്റാൻ വേണ്ടിയിട്ട് ആ നല്ലൊരു ഫ്രേസ് ആണെന്ന് പറഞ്ഞത്. റേസ് ദി റെന്റ് ആൻഡ് പിക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രേസ് വളരെ മനോഹരമായി തോന്നി. ഏതായാലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും കുറച്ചെങ്കിലും ഉണ്ടാവുള്ളൂ, എങ്ങനെ ഈ പറയുമ്പോൾ അത് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ കയറ്റാതെ നമ്മൾ മെഡിറ്റേഷനോ കാര്യങ്ങളുമായിട്ട് അത് തടയാനോ അത് മറ്റുള്ളവർക്കും കൂടി ഉപദ്രവമായി മാറുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു നിലയിലേക്ക് നമ്മൾ എത്തണം. നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മനു സാറേ, താങ്ക് യു. പ്രകാശ് സാർ. പ്രവീണ മാം, Good മാജിക് morning. മോർണിംഗ്. Good morning. സൂപ്പർ, നല്ല ക്ലാസ് ആയിരുന്നു. ശരിക്കും ഓടി ഒളിക്കുക എന്നതാണ്. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിലും ഈ സമൂഹത്തിന്റെ ആ നെഗറ്റീവിൽ നമുക്ക് ഓടി ഒളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും വരും. ഇപ്പോഴൊക്കെ നമ്മൾ സ്വയം ഞാൻ ഭാഗ്യവാനാണ്, ഞാനിതൊന്നും കേൾക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ സ്വയം ഉണ്ടാക്കിയെടുക്കണം. ശരിക്കും ഇത്തരത്തിലുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് മാഡത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇത് കോമൺ ആണ്. കാരണം പൊതുവിൽ തന്നെ ഈ നെഗറ്റീവിൽ നിന്ന് മാറി നടക്കുക എന്നൊരു ഭാഗം വന്നാലും ചില സമൂഹങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. പക്ഷെ അവിടെ നിന്ന് ഒളിക്കുക, എന്നിട്ട് മാറി നിന്ന് അത് സ്റ്റോപ്പാണ്, ഡിലേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് സ്വയം അതിൽ നിന്ന് മോചിതനാകുക എന്നുള്ള ഒരു മാർഗം മാത്രമേ അതിനകത്തുള്ളൂ. ഏതായാലും വളരെ നന്നായി അത് മാഡം വിവരിച്ചു തന്നു. ഇത്തരം ഓർമ്മപ്പെടുത്തലുകളാണ് മാഡത്തിന്റെ ഭാഗത്തുനിന്ന് മിക്കവാറും ഉള്ളത്. അത് നിലവിൽ നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ എന്നാൽ ആർക്കും ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ്. ഏതായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സൂപ്പർ മാഡം. താങ്ക് യു വെരി മച്ച്. ബിമാജിക്കൽ പറഞ്ഞ പിന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നും വിടുതല ചെയ്ത് മാറാനുള്ളൊരു സാഹചര്യവും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു മാഡം. വെൽക്കം സർ. താങ്ക് യു പ്രകാശ് സാർ, താങ്ക് യു. താങ്ക് യു. ആബിദ ഒന്ന് സംസാരിക്കൂ. ആബിദ. ഹലോ. പ്രവീണ മാം, ഈ അന്ധവിശ്വാസങ്ങളെയാണോ ഈ അണുബാധ? ഈ അന്ധവിശ്വാസങ്ങളെ, എല്ലാ അന്ധവിശ്വാസങ്ങളെയും ആണോ ഈ അണുബാധ? കുറെ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ സമൂഹത്തില്. അതായത് ശകുനം, അങ്ങനെ അതാണ് കൂടി മാം അതിന് കൂടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതില്. ശകുനം പോകുക, അതുപോലെ 1-ാം തീയതി കയറുക, അങ്ങനെയൊക്കെ കുറെ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ മാം. ഞാൻ പറയുന്നത് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഹലോ പ്രവീണ മാം. പറയൂ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലേ? എനിക്ക് നെറ്റിന്റെ ഇഷ്യൂ ഉള്ളതായിരിക്കും. ക്ലിയർ ആയിട്ട് കേട്ടില്ല, മുഴുവനായിട്ട് കേട്ടില്ല. ഹലോ, ഇപ്പോഴോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. പ്രവീണ മാം, ഈ നമ്മുടെ സമൂഹത്തിൽ കുറെ അന്ധവിശ്വാസങ്ങൾ പടർന്നു പിടിച്ചിട്ടുണ്ടല്ലോ. അതായത് ഈ ശൗനം, അങ്ങനെ
ഈ 1-ാം തീയതി എല്ലാ മലയാള മാസം 1-ാം തീയതി ഇന്ന ആള് വീട്ടില് കയറുക, അങ്ങനെ കുറെ അന്ധവിശ്വാസങ്ങൾ, അതൊക്കെ ഈ ഇൻഫെക്ഷനിൽ പെടുന്നതല്ലേ? അതാണോ മാമതെല്ലാം ഉദ്ദേശിച്ചതാണോ ഇൻഫെക്ഷൻ? 1-ാം തീയതി എല്ലാ 1-ാം മലയാള തീയതി മാസം നല്ല ഒരാള് വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഐശ്വര്യം ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല ഒരാളേക്ക് നല്ല കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു അതെ ഐശ്വര്യമുള്ളതായിട്ടൊക്കെ കഴിഞ്ഞ പറയുന്നത് കേൾക്കാലോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓ അത് ശരി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 2-ാം തീയതി ഒരാൾ തന്നാൽ നമുക്കൊരു നല്ലൊരു ഗിഫ്റ്റ് തന്നാൽ അപ്പൊ നമ്മൾ ഇത് 1-ാം തീയതി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മൾ ഓർത്താൽ മതി. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി എന്നതിന് പകരം ഇതിപ്പോ ഇന്നലെ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ മാസം മുഴുവനായിട്ട് കിട്ടുമായിരുന്നു എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അതാണ് പ്രശ്നം. ആ സമയത്ത് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതാണ് സന്തോഷത്തിന് താങ്ക്സ് പറയാം യൂണിവേഴ്സിന്. താങ്ക് യു ഉണ്ണിഷ സാർ. നല്ലൊരു സംശയമാണ് അല്ലേ? അതെ ഉണ്ണിഷ സാർ. Magic morning, sir. Magic morning. ഗുഡ് മോർണിംഗ് സാറേ. ക്ലിയർ ആവുന്നില്ല, ഇയർഫോൺ വെച്ചിട്ടുണ്ടോ? ക്ലിയർ ആവുന്നില്ലല്ലോ. ബാക്കിയുള്ളത് മ്യൂട്ട് ആക്കിയാലേ, ബാക്കിയുള്ളത് മ്യൂട്ട് ആക്കി. ഇല്ല ക്ലിയർ ഇല്ല. പ്രീതയുടെ ഫോണൊന്ന് കടം കൊടുക്ക്. കിട്ടി. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. അതായത് ഞാൻ ഒരു 4 മാസമായിട്ട് ഇപ്പൊ വേറൊരു വർക്കിംഗ് പ്ലേസിലാണ്. അതിനു മുന്നേ വരെയൊക്കെ ഈ പറഞ്ഞ മാമിന്റെ എടുത്ത ക്ലാസ്സിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് ഇല്ലെങ്കിൽ അവരുമായിട്ടുള്ള മിങ്കിൾ ചെയ്ത് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എങ്ങനെ ഇതിന്ന് മോചനം കിട്ടണം. പിന്നെ ഞാൻ ഈ അഫർമേഷൻ അപ്പോഴൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഇന്നത്തെ ക്ലാസ് വളരെ എനർജറ്റിക് ആയിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളൊരു വ്യക്തിയെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളിൽ നിന്ന് എന്തോ അറിയില്ല എന്തെങ്കിലും നെഗറ്റീവായി കിട്ടിക്കഴിഞ്ഞാൽ അത് അവര് നമ്മളിൽ വളരെയധികം നെഗറ്റീവായിട്ട് കണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. താങ്ക് യു ഓൾ. വെൽക്കം സർ. കാര്യം പറയാം. അതായത് ഈ സ്ക്രിപ്റ്റ് അനാലിസിസ് അല്ലേ, അതിൽ പറയുന്നില്ല ഇതിനെ കുറിച്ച്? എന്താണ് സാറേ? സ്ക്രിപ്റ്റ് അനാലിസിസ്. അതെയോ, എനിക്ക് അതിനെ കുറിച്ച് അതില് പൂച്ച രാവിലെ പോകുമ്പോ പൂച്ച വില കുറിച്ച് കളിക്കാം. എന്താ പറയാ, പൂച്ച മുന്നിൽ വരാം. കറുത്ത പൂച്ച വന്നാൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ കണി കാണാറ് രാവിലെ ഇറങ്ങുമ്പോ തന്നെ ആദ്യം കാണുന്ന വ്യക്തി നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ പോയി എന്നത്തെ കാര്യം. അതുപോലെ കൈനീട്ടം, രാവിലെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യം പൈസ കൊടുക്കുന്ന ആള് ശരിയായില്ലെങ്കിൽ അന്ന് കച്ചവടം നടക്കില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സ്ക്രിപ്റ്റ് അനാലിസിസ് എന്ന ഇത് നമ്മളെ ഇതിൽ പറയുന്നുണ്ട്, സൈക്കോളജിയിൽ പറയുന്നുണ്ട്. അതായത് ഇത് നമ്മൾ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് തയ്യാറാക്കി വെച്ചതാണ്, അതല്ലാതെ ഇങ്ങനെ സംഭവമില്ല. നമ്മൾ തന്നെ സ്ക്രിപ്റ്റ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. പണ്ടെങ്ങോ കേട്ട ഒരു സ്ക്രിപ്റ്റ്. മനസ്സിലായി. ഓക്കെ. വെളുത്ത പൂച്ച പോയാൽ പ്രശ്നമില്ല, കറുത്ത പൂച്ച പോയാലാണ് പ്രശ്നം. പാവ ആ പൂച്ച കറുത്ത് പോയത് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? അതെ, ചില ആളുകള് കറുത്ത പൂച്ചയെ കണ്ടു പോയിട്ട് വരുമ്പോ കറുത്ത പൂച്ച ചത്തതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റില് കുറെ സംഭവങ്ങളുണ്ട്, വളരെ രസകരമായ സൈക്കോളജി. എന്തായാലും നല്ലൊരു അടിപൊളി ക്ലാസ് ആയിരുന്നു. മാറ്റർ ഇന്നത്തെ ഒരു വിഷയം നല്ല നേക്കുള്ള വിഷയമായിരുന്നു. താങ്ക് യു മാം. വെൽക്കം സർ. താങ്ക് യു സാർ. അതുപോലെ പ്രവീണ മാം, 3 ആള് കൂടി പുറത്തിറങ്ങാൻ പാടില്ല, ഒന്നിച്ച് വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല. പിന്നെ മരുമണിനോട് ചോദിച്ചേ, അപ്പൊ അച്ഛനും അമ്മയും ഒരു കുട്ടിയാണെങ്കിലോ? അച്ഛനും അമ്മയും ഒരു മോളും ഒരു വീട്ടിലുള്ളൂ, അപ്പൊ അവര് ഒന്നിച്ച് പോണ്ടേ? അത് പറയണത് അന്ധവിശ്വാസമല്ലേ ചോദിക്കും ചിലപ്പോ എന്നോട്. നമ്മൾ നല്ല വഴിക്ക് ഇറങ്ങുമ്പോ 3 ആളും കൂടി പോകാൻ പാടില്ല പറയും. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടി, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ, അത് ഹിന്ദുക്കളിൽ കൂടുതലുള്ളതാ, രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ആദ്യം വടക്കോർത്തെ വാതില്, ബാക്കിലെ വാതില് തുറക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിലെ വാതിൽ തുറക്കുന്ന ദിവസം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ആയിട്ടൊരു
ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം ശരിയാന്നല്ല. സമയമുണ്ട്, 17 ആയിട്ടുള്ള ഒരു ചെറിയൊരു കഥ പറയട്ടെ. ചെറിയൊരു കഥ. അതായത് ഒരു ഹിന്ദു കുടുംബം, ഒരു മുസ്ലിം കുടുംബം, പണ്ട് നടന്ന സംഭവം അത്ര. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ അംഗൻവാടിയിലാകുമ്പോ ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലൊരു പ്രായമായ ഒരു അമ്മ ഉണ്ട്. ആ അമ്മ അങ്ങനെ അംഗൻവാടി വന്നിരുന്നിട്ട് കുറേ മുത്തശ്ശി കഥകളൊക്കെ പറയുന്ന കൂട്ടത്തില് പറഞ്ഞു തന്നൊരു കഥയാണ്. അപ്പൊ ഈ മുസ്ലിം കുടുംബത്തില് അവര് എന്നും രാവിലെ നേരത്തെ അവർക്ക് നിസ്കാരം കാര്യമൊക്കെ ഉള്ളതാണല്ലോ. നീറ്റ് വന്നിട്ട് അവര് രാവിലെ ഒരു വിളക്ക് ഉമ്മർത്ത് വെച്ചിട്ടുണ്ട്. അന്നൊക്കെ മണ്ണെണ്ണ വിളക്കാണല്ലോ ഉമ്മർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഹിന്ദു കുടുംബത്തില് രാവിലെ എഴുന്നേറ്റ് ഒന്ന് വിളക്കൊന്നും അല്ല ആദ്യം കാണുന്നത്. ആ സ്ത്രീ ചൂലായിട്ട്, അവിടുത്തെ കുടുംബനാഥ ചൂലായിട്ട് മുറ്റത്തേക്ക് വരുന്നതാണ് എന്നും. ആര് കാണുന്നത്? നമുക്ക് കുറെ ദേവതകളൊക്കെ ഉണ്ടല്ലോ. രാവിലെ വരുന്ന ദേവത ഐശ്വര്യ ദേവതയാണല്ലോ നമ്മളെ വീട്ടിലേക്ക് വരിക. മഹാലക്ഷ്മിയാണല്ലോ വരിക. അപ്പൊ മഹാലക്ഷ്മി ഇങ്ങനെ പുലർച്ചെ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ എന്താ പറയാ, ഈ സ്ത്രീ ചൂലായിട്ട് നിൽക്കുന്നത് കണ്ടിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ത്രീ ഈ ദേവത വീട്ടിൽ വരുമ്പോ ഈ സ്ത്രീ കാണാറുണ്ട്. ആരോ ഒരാള് പോണ പോലെ എത്ര കാണും, ഒരു സ്ത്രീ വരുന്ന പോലെ എത്ര കാണാം. അപ്പൊ അതിന്റെ ഹസ്ബൻഡ്, ഇവര് നീറ്റ് പുറത്തു വന്നതിന് ശേഷം ഈ സ്ത്രീ എന്തിനാ അകത്തേക്ക് കയറുന്നത്? അപ്പൊ ഒരു വാതിൽ തുറന്നിട്ടിട്ടാണല്ലോ മിറ്റടിക്കാൻ പോവുക. അപ്പൊ എന്തിനാ ഇതിങ്ങനെ അകത്തേക്ക് കയറുന്നത്? ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് വരുന്ന സ്ത്രീയാണത്, എനിക്ക് മനസ്സിലായി. ഒരു ദിവസം ഞാൻ അത് കണ്ടുപിടിക്കുന്ന ഇങ്ങനെ അവരിങ്ങനെ വിചാരിച്ചിരിക്കട്ടാ. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ വന്നപ്പോ ഇവരെന്ത് ചെയ്ത്, ഈ മഹാലക്ഷ്മി ഇങ്ങനെ വരുമ്പോ ഇവര് വടക്കോർത്ത വാതിൽ അങ്ങോട്ട് അടച്ചിട്ട് ഉമ്മർത്ത വാതിലും വിളക്കൊന്നും വെക്കാതെ ഒരു ചൂലും പിടിച്ചു നിന്നപ്പോ ഈ മഹാലക്ഷ്മി എന്ത് ചെയ്ത് നേരെ പോയത് ആ മുസ്ലിം കുടുംബത്തേക്കാണ്. മുസ്ലിം കുടുംബത്തേക്ക് പോയപ്പോ അവിടുത്തെ അവിടെ ഒരു പ്രായമായ ഉമ്മയാണ്. അപ്പൊ ഉമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഉമ്മ എന്ത് ചെയ്ത്, ഈ സ്ത്രീ അകത്തേക്ക് കയറിയ വഴിക്ക് ഉമ്മർത്തെ വാതിലുണ്ട് അടച്ചിട്ട് വടക്കോർത്ത് കൂടി ഇറങ്ങാൻ പറ്റില്ല. ആ ഉമ്മ പുറത്തേക്കാണ്ട് ഇറങ്ങിയിട്ട് അടുക്കളയ്ക്ക് തുപ്പിന്ന്. അപ്പൊ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് മഹാലക്ഷ്മിക്ക് ഇറങ്ങാൻ പറ്റിയില്ലാന്ന്. അപ്പൊ അതാണത്ര ഇന്നും മുസ്ലിങ്ങൾ അധികം ആൾക്കാരും നല്ല കോടീശ്വരന്മാരായിട്ട് ജീവിക്കുന്നതിന്റെ കാരണം അതാണെന്നൊരു വിശ്വാസം ഞാൻ പറഞ്ഞാണ് കേട്ടാ. ഞാൻ വിശ്വസിച്ചോന്ന് വെച്ചാൽ ഞാൻ വിശ്വസിച്ചിട്ടല്ല. പക്ഷെ നമ്മളെ ഹിന്ദുക്കളിൽ ഇന്നും ഈ ഒരു സംശയങ്ങള്, ഒന്നാമത്തെ കാരണം അത്. രണ്ടാമത്തെ കാരണം, രാവിലെ ഇന്ന് ആരാ നീറ്റ് വന്നിട്ട് വിളക്കെത്തിച്ചേക്കും എല്ലാ കാര്യങ്ങളും ചെയ്യണവരാരാ? എല്ലാരും 6 മണി 7 മണി വരെയും കിടന്നുറങ്ങണ ആൾക്കാരാ. അപ്പൊ നമ്മളെ ഹിന്ദു കുടുംബത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എത്രത്തോളം വിശ്വാസമാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കേട്ടൊരു കഥ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവർ ഇത്രയും വളർന്നതും ഹിന്ദുക്കൾ ഇത്രയും അധപതിക്കുന്നതിന്റെ കാരണം ഇതാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കുറെ പഴമൊഴികളുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. പ്രവീണ മാം, ഓ മാജിക് മോർണിംഗ്. മാജിക് മണി ബഷീർക്ക് ചിരിച്ചിട്ട് നിർത്താൻ ഞാന് പറ്റുന്നില്ല. ഞാനിതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര എന്തോ ആയി. കാരണം ഞങ്ങളെ വീട്ടിന്റെ കിണറ്, അപ്പം അടുത്ത വീട്ടില് കിണറ് കുത്തണം. അപ്പൊ അവര് ഏതോ നല്ലൊരാളെ കൊണ്ടുവന്ന് വീടിന്റെ സ്ഥാനം കാണുന്ന ഒരാളെ കൊണ്ടുവന്ന്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അയാൾ എന്റെ വീട്ടിൽ വന്നു, എന്റെ വീട്ടിലെ കിണറ് നോക്കാൻ. അതൊക്കെ നോക്കി ഇങ്ങനെ വർത്താനം പറയുമ്പോ വീട്ടിന്റെ ഇവിടെ കേറിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു ഹോൾസ് ഇടണം. അവനെ എന്തിനാ? അതിങ്ങനെ ഇത് പോകാനാണ്, എന്തോന്ന് പറഞ്ഞു, അങ്ങനെ പോകാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇയാളുടെ, ശരി, ഞാൻ എന്റെ വീടിന്റെ കന്നിമൂല ഏതാന്ന് ചോദിച്ചു. മുപ്പര് വെറുതെ അറിയാത്ത മാതിരി. അപ്പൊ അതിന്റെ ഭാഗത്ത് ഞാൻ പൊതുക്കെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞു 35 കൊല്ലം ഇവിടെ കക്കൂസാണ്, എനിക്ക് നല്ല ഐശ്വര്യാണ്. അതോടുകൂടി പിന്നെ മൂപ്പര് ഒന്നും പറഞ്ഞില്ല. കാരണം നമ്മൾ ഇതൊക്കെ വിശ്വസിക്കുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മളെ. അല്ലാതെ യൂണിവേഴ്സ് നമുക്ക് തരണം എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് തരാതെ വെക്കുമ്പോ നമ്മൾ പലതും ഇങ്ങനെ തോന്നിക്കും. എനിക്ക് 13-ാം തീയതി 8-ാം തീയതി ഒക്കെ വലിയ ഇഷ്ടമാണ്. ചിലവർക്ക് 13-ാം തീയതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടി ചെയ്യാത്ത ആൾക്കാർ. അപ്പൊ അതൊക്കെ നമ്മളെ മനസ്സിന്റെ ഇതാണ്. മനസ്സ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സർ.
ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? 22 സമയം. എനിക്ക് വേണ്ടിട്ട് പുതിയ ആളുകൾക്ക് അവസരമാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതെ, സിന്ധു മാമന്റെ കഥ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പഴല്ലേ മനസ്സിലായത്, അല്ല ഇപ്പഴാ മനസ്സിലായത് എന്തുകൊണ്ടാണ് നമ്മൾ ദരിദ്രരായത്. അല്ല, അതിനകത്ത് രസം എന്താ, ഈ പറഞ്ഞ ദേശം മുസ്ലിം കുടുംബത്തിന് അറിയുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, മുസ്ലിം കുടുംബത്തിന് ഈ ദേവിയെ തന്നെ അറിയില്ല, പിന്നെ ഇല്ല ബാക്കിയുള്ള കാര്യം. വാതടച്ചു പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും കഴിയില്ല. ഓക്കെ, അവരിന്ന് നിങ്ങളെ കുടുംബത്തിൽ തന്നെ ഉണ്ട്, ഞങ്ങളടുത്തേക്ക് വരുന്നില്ല, എന്താ ചെയ്യാ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ല പ്രേരണ മാം? നല്ല ക്ലാസ് ആയിരുന്നു മാം. കുറെ അന്ധവിശ്വാസങ്ങളെ പിന്നാലെ പോണ കുറെ ആൾക്കാർ ഇന്നും ഉണ്ട്. പ്രായമായവർ വീട്ടിലുള്ള കുടുംബത്തിലുള്ള വീടുകളിലാണ് കൂടുതലും അന്ധവിശ്വാസങ്ങൾ ഉള്ളത്. അപ്പൊ നമ്മളൊക്കെ അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോ അതിന് നേരം ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു പ്രവീണ മാം. Thank you.